നമസ്കാരം. 2 ദിവസം മുമ്പാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില ആരോപണങ്ങൾ നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിങ്ങനെയായിരുന്നു. അതായത് മറുനാടൻ മലയാളി വിഷയമൊക്കെ വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അതായത് ഷാജനുമായിട്ട് ഈ പി.വി. അൻവർ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് പി.വി. അൻവറിനെ കാണാൻ കുറച്ച് ആളുകൾ വരികയാണ്. വന്ന ശേഷം അവരുടെ സ്ഥാപനത്തിൽ ഉണ്ടായ ചില ആക്രമണത്തെക്കുറിച്ചും പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജൻ കൊടുത്ത വ്യാജ വാർത്തയെക്കുറിച്ചുമൊക്കെ അൻവറിൻ്റെ അടുത്ത് കാര്യങ്ങൾ വിവരിക്കുകയാണ്. അൻവർ ഇതൊക്കെ കേട്ട ശേഷം അൻവർ നമുക്ക് അജിത് കുമാറിനോട് ബന്ധപ്പെടാം, അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ പറയുന്നു, സാർ അജിത് കുമാർ സാറിൻ്റെ അടുത്ത് പറയരുത്, സാർ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പി.വി. അൻവറിനോട് പറയുകയാണ്. അപ്പോൾ പി.വി. അൻവർ ചോദിക്കുന്നു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് സുരേഷ് ഗോപിയെ കാണാൻ പോയിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് ഈ അജിത് കുമാറിനെ വിളിച്ചു അത്രേ. അങ്ങനെ എം.ആർ. അജിത് കുമാറിനോട് ഈ വിഷയങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എം.ആർ. അജിത് കുമാർ തിരിച്ചു കൊടുത്ത മറുപടി, അവരൊക്കെ കമ്മികളാ സാറേ എന്നായിരുന്നു. അതായത് ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് കേൾക്കാൻ പറ്റി. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് സുരേഷ് ഗോപി സഹായിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ അൻവർ സാറിനെ കാണാൻ വന്നത് എന്നാണ് അവർ അൻവറിനോട് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് അൻവർ പറയുന്നത്, അങ്കിത് അശോക് മാത്രമല്ല അവിടെ ഈ തൃശ്ശൂർ പൂരം കലക്കിയത്, അദ്ദേഹം ജൂനിയറാണ്, അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാകാം. ആര് ചെയ്യിപ്പിച്ചതാകാം? ഈ ADGP അജിത് കുമാർ ചെയ്യിപ്പിച്ചതാകാം എന്ന മട്ടിലാണ് അദ്ദേഹം ഒരു വലിയ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അന്ന് അവിടെ ADGP അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ അജിത് കുമാറിനെ ആരും കണ്ടിട്ടുമില്ല. പക്ഷേ അജിത് കുമാർ ഈ പൂരം കലങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതൊരു വലിയ വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വലിയ രീതിയിൽ ബ്രേക്കിംഗ് ആവുന്നു. ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ആദ്യത്തെ ദിവസം സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല, രണ്ടാം ദിവസവും സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല. ഇന്ന് മൂന്നാം ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഈ തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കലക്കിയപ്പോൾ ആർക്കൊക്കെയാണ് അത് ഗുണം ചെയ്ത് ആ ഗുണഭോക്താക്കൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മേളം നിർത്തിവെക്കാനും വെടിക്കെട്ട് നിർത്തിവെക്കാനും ലൈറ്റ് ഓഫ് ചെയ്യാനും ഒക്കെ പറഞ്ഞതൊക്കെ ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഈ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ അന്ന് പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു മാസത്തിനകം തന്നെ അന്വേഷിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് തൃശ്ശൂരുകാരുടെ പ്രതികരണവും ഇതിനോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയും വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഇന്നത്തെ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് കേട്ടേയില്ല. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സുരേഷ് ഗോപിയാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴും എന്ന രീതിയിൽ എല്ലാവരും പ്രതികരിക്കുമ്പോഴുമൊക്കെ സുരേഷ് ഗോപി എന്തുകൊണ്ട് നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നിസാര ആരോപണമല്ല ഉയർന്നു വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ടത്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സുരേഷ് ഗോപി എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയ ഒരാളാണ്. പക്ഷേ പുലർച്ചെ അവിടെ പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നു. പിന്നീട് സുരേഷ് ഗോപി സിനിമ സ്റ്റൈലിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചത്. പല ഡയലോഗുകൾ അടിക്കുന്നു, വല്ലാത്ത രീതിയിൽ അങ്ങ് പൊലിപ്പിക്കുകയാണ്. അതായത് വിശ്വാസികളുടെ വികാരം, ആ വികാരത്തിനൊപ്പം തന്നെ അദ്ദേഹം ഒരു വേറെ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ തന്ത്രം അവിടെ പയറ്റിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ അന്ന് കണ്ടത്. ഒപ്പം അവിടെ RSSൻ്റെ സംഘപരിവാരങ്ങളുടെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെ ഈ നേതാക്കളൊക്കെ അവിടെ വന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, സുരേഷ് ഗോപി പറയുന്നത്, എന്നെ തിരുവമ്പാടിയിലെ ദേവസ്വം സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ചില BJP നേതാക്കൾ പറയുന്നു, ഞങ്ങളാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി പെട്ടെന്ന് അവിടെ വന്നതിലും ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയതിലുമൊക്കെ ഒരു വല്ലാത്ത സംശയം നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം അവിടുന്ന് മന്ത്രിമാരൊക്കെ നീങ്ങി, മന്ത്രിമാരൊക്കെ മാറിയ ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നത്. അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു അവിടെ, അനാവശ്യമായിട്ടൊരു പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു അങ്കിത് അശോകിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല. സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നത് മാത്രമല്ല, ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. സുരേഷ് ഗോപിയുടെ ഇമേജിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്.
എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനോ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനോ തയ്യാറാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് സുരേഷ് ഗോപി അതിനെ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ ഭയന്ന് ആ ചോദ്യത്തെ ഭയന്ന് ഒളിച്ചോടി നടക്കുന്നത്? അപ്പോൾ ഇത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കി, ബി ജെ പിക്ക് ഇത് വലിയ രീതിയിലൊരു ദ്രോഹമായി മാറി എന്ന് മനസ്സിലായപ്പോൾ ബി ജെ പി ചെറുതായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇന്ന് മാധ്യമപ്രവർത്തകരെ ഈ പറയുന്ന കെ സുരേന്ദ്രൻ കാണുന്ന സാഹചര്യമുണ്ടായി. ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇടയിൽ മാധ്യമപ്രവർത്തകർ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. രസകരമായുള്ള പ്രതികരണമാണ്. അത് ആദ്യം നമുക്കൊന്ന് കാണാം. സുനിൽകുമാർ പൂര അലങ്കോലങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഒരു വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൊടുക്കാതെ വൈകിക്കുകയാണ്. സുനിൽകുമാറിന് പരാജയത്തിന്റെ അസ്കിത ഇപ്പോഴും മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പല കാരണങ്ങൾ അതേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മതിൽ ചാടിക്കടന്ന് എം പി ആയതൊന്നുമല്ല. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയതാണ്. അതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പൂരംകാരനാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പല കാരണങ്ങളും ഉണ്ടാവും. തോറ്റു കഴിഞ്ഞിട്ട് പൂരം കാരണമാണ്, പൂരം മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന പല തെറ്റായ സമീപനങ്ങളുണ്ട്. സുരേഷ് ഗോപിക്ക് അതിന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. എന്താ? പൂരത്തിന്റെ സ്റ്റാളുകൾക്കെല്ലാം 10 ഇരട്ടി വാടക നിശ്ചയിച്ചു. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? സുരേഷ് ഗോപി അതിൽ ഇടപെട്ടു, ഞങ്ങൾ അതിൽ ഇടപെട്ടു, വിശ്വാസികളുടെ കൂടെ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശബരിമലയിൽ ഞങ്ങൾ ഇടപെട്ടു, വിശ്വാസികളുടെ കൂടെ നിന്നു, ഞങ്ങളെ പിന്തുണ വർദ്ധിച്ചു. അപ്പം അതിന് പിന്നെ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കേട്ടല്ലോ. അതായത് ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് നേരെ നടന്നു പോവുകയാണ് സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകർക്ക് എത്ര ചോദ്യം ചോദിക്കാം? മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഒറ്റ ചോദ്യം പോലും ചോദിച്ചില്ല. സുരേഷ് ഗോപി എവിടെയാണ്? എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഇത്തരത്തിലുള്ള ഒരൊറ്റ ചോദ്യവും ഒറ്റ മാധ്യമപ്രവർത്തകരെയും ചോദിച്ച് കേട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല എന്ന് ചോദിച്ചാൽ, അതായത് സ്വാഭാവികമായിട്ടും അന്ന് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡാക്കിയത് മാറ്റാൻ ഈ മാധ്യമങ്ങളും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് ശബരിമലയിൽ, ഇന്ന് തൃശ്ശൂർ പൂരത്തിന് എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ വിജയസാധ്യത ഇല്ലാതാക്കാനുമൊക്കെ ഇവിടുത്തെ പല പ്രമുഖ മാധ്യമങ്ങളും സുരേഷ് ഗോപിക്ക് വേണ്ടി PR വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുചോദ്യം വല്ലതും വന്നാൽ പെട്ടുപോകുമെന്നറിയാവുന്നത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് പൊതുസമൂഹം പറയാതിരിക്കാൻ വേണ്ടി ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ മാധ്യമങ്ങൾ ഒരൊറ്റ ചോദ്യവും ചോദിച്ചു. അവിടെ നിന്ന് അച്ചടേ എന്ന് പറഞ്ഞ് നമ്മുടെ കെ സുരേന്ദ്രൻ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല കുഞ്ഞിവരുടെ നേതാക്കന്മാരൊക്കെ വന്ന് ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല? സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്താണ് എന്നതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് ഞാൻ ആ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ പ്രതികരണം എന്താ? ഇങ്ങനെയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതികരണമില്ല, നിശബ്ദതയാണ്. ആ നിശബ്ദതയെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒളിച്ചോടുകയാണെന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. കാരണം അദ്ദേഹത്തിന് പ്രതികരണം ഇല്ലാത്ത പക്ഷം ഇതിൽ അദ്ദേഹത്തിന് പങ്കാളിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നിഷേധിക്കാൻ പറ്റില്ലെന്നേ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂരിന്റെ വികാരമാണ്. ആ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. കാരണം നമ്മൾ ബി ജെ പി പലയിടങ്ങളിലുമൊക്കെ വോട്ട് പിടിക്കുന്ന സ്റ്റൈലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതായത് മതം പറഞ്ഞുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ടൊക്കെയാണ് ബി ജെ പി പലയിടങ്ങളിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 18ാം ലോക്സഭയല്ല, അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് ഇതൊരു സുവർണ അവസരമാണെന്ന് പറഞ്ഞത് അന്നത്തെ അധ്യക്ഷനാണ്. അത് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന ബി ജെ പിക്കാരെ നമ്മൾ മറന്നിട്ടില്ല. ഇരുമുടി കെട്ടുമെടുത്ത് സുരേന്ദ്രൻ കളിച്ച നാടകവും നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവരെ സംശയിക്കാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പി കോണുകളിൽ നിന്ന്, ബി ജെ പി പാളയങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഒട്ടും തന്നെ തൃപ്തികരമല്ല. എന്തായാലും ഈ വിഷയത്തിൽ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കണമെങ്കിൽ തൃശ്ശൂർ പൂരം വരെ നോക്കി നിൽക്കണം. വേറൊന്നും കൊണ്ടല്ല. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അമ്മ സംഘടനയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് അദ്ദേഹം എവിടെ നിന്നാണോ ഇറങ്ങി വരുന്നത്, അപ്പോൾ അവിടുത്തെ
സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ചോദിക്കാവുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തെ പറ്റി ചോദിക്കണമെങ്കിൽ അടുത്ത തൃശ്ശൂർ പൂരം വരെ കാത്തിരിക്കേണ്ടി വരും മാധ്യമപ്രവർത്തകർക്ക്. അതുവരെ എന്തായാലും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കാത്തിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അണ്ണൻ്റെ അടുത്ത് പോയി ചോദ്യം ചോദിക്കാനും സുരേഷ് ഗോപിയുടെ മുമ്പിൽ പോയി നിന്ന് സുരേഷ് ഗോപിയോട് മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് നല്ല ഭയമാണ്. അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ സത്യത്തിൽ മാധ്യമപ്രവർത്തകർ പെട്ടിരിക്കുകയാണ്, വിറച്ചിരിക്കുകയാണ്, അവർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.